ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവൽസാണ്. അപ്പോൾ നിഫ്റ്റിയുടെ ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നല്ല രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ട് നടത്തിക്കൊണ്ട് ശക്തമായിട്ട് മുകളിലേക്ക് പോയതായിട്ട് നമുക്ക് ചാർട്ടിൽ നോക്കിയാൽ കാണാം. പക്ഷേ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അത്ര ബുള്ളിഷ് അല്ല. നിങ്ങൾക്ക് ഡെയിലി ചാർട്ടിട്ട് നോക്കിയാൽ അറിയാം, ബാങ്ക് നിഫ്റ്റി അത്ര ബുള്ളിഷ് അല്ല. മറിച്ച് ചെറിയൊരു വീക്ക്നെസ് എന്ന് മുഴുവൻ പറയാൻ പറ്റില്ല, എന്നാൽ ചെറിയൊരു നെഗറ്റീവ് ബയാസ് ഉണ്ട്. അതാണ് ചാർട്ടിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി ബുള്ളിഷാണ് അടുത്ത ആഴ്ചയിലേക്ക്. ബാങ്ക് നിഫ്റ്റി അത്ര കണ്ട് ബുള്ളിഷ് അല്ല, ഒരു ന്യൂട്രൽ രീതിയിലാണ് ബാങ്ക് നിഫ്റ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് അടുത്ത ആഴ്ചയിലേക്കുള്ള നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവൽസ്. ഇനി ഞാൻ അടുത്ത ആഴ്ചയിലേക്ക് ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ പോകാം. അതിനു മുന്നേ എനിക്കൊരു ഡിസ്ക്ലെയിമർ ഒരു കാര്യം പറയാനുണ്ട്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസറിന് ശേഷം മാത്രം സ്വീകരിക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽസ് പറയാം. നമ്മൾ പിക്ക് ചെയ്താണ് സ്റ്റോക്ക് ഒരു സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിൽ പെട്ട സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഒരു ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്റ്റോക്കാണ്. ഹെൽത്ത് കെയർ സെക്ടറിൽ പെട്ട സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ ഇന്ത്യ ബേസ്ഡ് കമ്പനി എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെയിൽ ഓഫ് ഡെൻ്റൽ മെറ്റീരിയൽസ്. അതായത് പല്ലുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസാണ് ഈ കമ്പനി കൂടുതലായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് മനസ്സിലാകുന്നു. പിന്നെ എൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് പറയുന്നില്ല, ഞാൻ ചുരുക്കി പറയാം. പിന്നെ ഈ കമ്പനി അത്യാവശ്യം നല്ല കമ്പനി തന്നെയാണ്. ഇവരുടെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നത് 75 കൺട്രീസിൽ ഇവരെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് യൂറോപ്പ്, ഏഷ്യ, സൗത്ത് ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക, ഇത്രയും രാജ്യങ്ങളിൽ അവരുടെ, അതായത് 75 കൺട്രീസിൽ അവരുടെ പ്രൊഡക്റ്റ് വിൽക്കപ്പെടുന്നുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. പിന്നെ ഇവരുടെ കറണ്ട് ലൊക്കേഷൻ കർത്തോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ജമ്മു കാശ്മീരിലെ കർത്തോളിയിലാണ് ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഒരു വർഷത്തിൽ 27,000 സ്ക്വയർ ഫീറ്റിലാണ് അവരുടെ കമ്പനി നിൽക്കുന്നത്. അതായത് ജമ്മു കാശ്മീർ 27,000 സ്ക്വയർ ഫീറ്റിലാണ് അവരുടെ കമ്പനി നിൽക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ച് പറയാനുള്ളത്, 2000 മെട്രിക് ടൺ പെർ ആനം അതാണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. മാനുഫാക്ചറിങ് ചെയ്യുന്നതിൻ്റെ ഒരു അളവ് പോലാണ് അവർ ഉദ്ദേശിക്കുന്നത്. 2000 തെറ്റി നേരത്തെ പറഞ്ഞു, 200 മെട്രിക് പെർ ആനം അതാണ് അവരുടെ പ്രൊഡ്യൂസിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ഈ സ്റ്റോക്കിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. അതായത് ദന്തലിൻ്റെ ക്ലിനിക്കും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ സ്റ്റോക്കിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റാന്ന് പറഞ്ഞു. ഇതിൻ്റെ ഡിവിഡൻഡ് കാര്യമായിട്ട് കൊടുക്കുന്നില്ല, ഒരു 0.22% മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിവിഡൻഡ് ഫോക്കസ് ചെയ്തിട്ടുള്ള കമ്പനിയല്ല. അപ്പോൾ ഡിവിഡൻഡിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. ഓക്കെ, എന്നാലും പറഞ്ഞു പോയതിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. 0.22% മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെ കഴിഞ്ഞ ക്വാർട്ടറിൽ, അതായത് കഴിഞ്ഞ വർഷം അവർ കൊടുത്ത ഡിവിഡൻഡ് 1 രൂപയാണ് കൊടുത്തേക്കുന്നത്. ഒരു ഷെയറിന് 1 രൂപ വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത് കഴിഞ്ഞ വർഷത്തെ. ഓക്കെ, അതായത് 2023 കാര്യം പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ട്രെൻഡ്, അത് വലിയൊരു ഘടകമാണ്. നമ്മളൊരു സ്റ്റോക്ക് പിക്ക് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് ഇനി സംഭവിക്കുന്ന നമുക്ക് മുഴുവൻ അറിയാൻ പറ്റില്ല. എന്നിരുന്നാലും ആ സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ 3-4 വർഷങ്ങളിലത്തെ പെർഫോമൻസ്, അവരുടെ ഹിസ്റ്ററി എങ്ങനെയാണ് പരിശോധന ശേഷമാണ് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊടുത്തൊരു സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ അതിനെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ 2020, 2021, 2022, 2023 കഴിഞ്ഞ 4 വർഷങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. റവന്യൂ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ഗ്രാജുവലി വർദ്ധിച്ചു പോയിട്ടുണ്ട്. 2020 റവന്യൂ 25.0 കോടി രൂപ ഉണ്ടായിരുന്ന സ്ഥലത്ത് പ്രോഫിറ്റ് 5 കോടി രൂപ അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതേ സ്ഥാനത്ത് 2021 എത്തിയപ്പോൾ 30.05 കോടി രൂപ റവന്യൂ വന്നിടത്ത് 7.21 കോടി രൂപ അവർക്ക് പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. 2022 40.99 കോടി രൂപ റവന്യൂ ജനറേറ്റ് ചെയ്തു. ആ സ്ഥാനത്ത് പ്രോഫിറ്റ് 11.57 കോടി രൂപ ജനറേറ്റ് ചെയ്യാനാണ് അവർക്ക് സാധിച്ചത്. കഴിഞ്ഞ വർഷം 2023 റവന്യൂ 52.78 കോടി രൂപ അവർ റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്ഥാനത്ത് പ്രോഫിറ്റും 15.70 കോടി രൂപ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 2020 പ്രോഫിറ്റ് 5 കോടി രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2023 4 വർഷം പിന്നിട്ടപ്പോൾ അതായത് 15.70 കോടി രൂപയായിട്ട് അവരുടെ പ്രോഫിറ്റ് ജനറേറ്റ്
ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് 3x 3 മടങ്ങ് അധികം അവർക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഓവർ ഇതല്ല, എന്നാലും ഗ്രാജുവലി കൃത്യമായിട്ട് അവരുടെ മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് സ്റ്റഡി ആയിട്ട് ഭംഗിയായിട്ട് കയറി അവരുടെ പ്രോഫിറ്റും റവന്യൂ കയറി പോകുന്നുണ്ട്. അത് നല്ലൊരു കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് നോക്കുന്ന നല്ലൊരു കാര്യമാണ്. കാരണം എല്ലാ വർഷവും കൃത്യമായിട്ട് കുറേശ്ശെ പടിപടിയായിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് നല്ലൊരു സൈനായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ വലിയൊരു പ്ലസ് പോയിന്റ് സെലക്ട് ചെയ്യാനുള്ള വലിയൊരു കാര്യം പ്രൊമോട്ടർ ഹോൾഡിങ് 73.60%. അതായത് ഒരു 70% മുകളിൽ തന്നെ പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ആ കമ്പനിയിൽ ആ കമ്പനിക്കാർ അത്രയധികം ട്രസ്റ്റ് ഉണ്ട്. അത് കാരണമാണ് അത്രയധികം ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്. അല്ലെങ്കിൽ 50% താഴെയുള്ള പ്രൊമോട്ടർ ഹോൾഡിങ് ആണെങ്കിൽ അത്ര കമ്പനിക്ക് തന്നെ അത്ര വിശ്വാസം ഇല്ല എന്നാണ് ഞാൻ റീഡ് ചെയ്തെടുക്കുന്നത്. 70% മുകളിൽ ഒരു കമ്പനിയിൽ പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യാന്ന് പറയുമ്പോൾ ആ കമ്പനി സൂപ്പർ കമ്പനിയായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. ഓക്കെ, പിന്നെ പ്ലഡ് ചെയ്തിട്ടില്ല കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയൊരു പ്രത്യേകത കാണുന്നത്, വേറൊരു പ്രത്യേകത, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ ക്വാർട്ടറിൽ 0.26% അവരുടെ ഹോൾഡിങ്സ് ഉണ്ടായിരുന്നത് അത് വർദ്ധിപ്പിച്ചുകൊണ്ട് 0.31%. അതായത് അധികം ഇല്ലെങ്കിൽ തന്നെയും ഒരു 0.05% ഇൻക്രീസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഹോൾഡിങ്സ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ആ കമ്പനിയിൽ ഓൾറെഡി 73% പ്രൊമോട്ടർ ഹോൾഡ് ചെയ്തിരുന്ന കമ്പനിയിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സും അവരുടെ സ്റ്റേക്ക് വർദ്ധിപ്പിക്കുക, അവരുടെ ഹോൾഡിങ്സ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കാണുകയാണ്. ഓക്കെ, ഇത്രയ്ക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ഇനി തുടർന്ന് സ്റ്റോക്കിൻ്റെ പേര് പറയാം. അതിന് മുന്നേ ഡിസ്ക്ലൈമറായിട്ട് വീണ്ടും പറയാണ്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസറി കണ്ടതിന് ശേഷം മാത്രം സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ സ്റ്റോക്കിൻ്റെ പേര് പറയാം. ഈ സ്റ്റോക്കിൻ്റെ പേര് പ്രിവെസ്റ്റ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. PREVEST പ്രിവെസ്റ്റ്. ഞാൻ അടിയിൽ പേര് എഴുതി കാണിക്കാം. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 444 രൂപയിലാണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ഈ 444 രൂപ, അതായത് 444 ഈ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ബൈ എടുക്കാം. ടാർജറ്റ് 525 വയ്ക്കാം, സ്റ്റോപ്പ് ലോസ് 410 വയ്ക്കേണ്ടതാണ്. പ്രിവെസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ 444 ബൈ എടുക്കുക, 525 ടാർജറ്റ്, സ്റ്റോപ്പ് ലോസ് 410. അപ്പോൾ ഒരു 16-17% അടുത്ത് പ്രോഫിറ്റ് കിട്ടാവുന്ന ഇതാണ്. ഇത് ഒരു മാസം മാത്രം വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ പറഞ്ഞ 16-17% പ്രോഫിറ്റ് സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാം. അപ്പോൾ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെ ഈ വീഡിയോയെ കുറിച്ച് പറയാനുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എല്ലാ ആഴ്ചയും വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് വാങ്ങിയിട്ട് പൈസ ഇല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിനോ കൊളീഗ്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഈ ചാനൽ ഷെയർ ചെയ്യുക. പറ്റാവുന്നവരോട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന 60% പേര് മാത്രമാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 40% പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഈ വീഡിയോ കാണുന്നത്. സബ്സ്ക്രൈബ്